എടോ, മരിച്ചുപോയി വീണയുടെ അമ്മാവൻ. എനിക്ക് മനസ്സിലായി. ആ എടീ, ദീപൻ തള്ളിയിട്ട് വന്ന ആ പെണ്ണിന്റെ അമ്മാവൻ ഈ സ്റ്റേഷനിൽ CA ആയിട്ട് ചാർജ് എടുത്തെന്ന്. ദീപനല്ലല്ലോ വീണെ തള്ളിയിട്ടത്. ഇടോ, കോടതി പോലും ഇത് പറഞ്ഞ കേസാ അവന്റേത്. നീ നമ്മളായിട്ട് തിരുത്താനൊന്നും പോകണ്ട. എങ്കിലും നടന്നോക്കെ നമുക്കറിയാലോടോ. ബാഹുലയൻ ഇവിടെ വന്നത് എന്തുകൊണ്ടും നമുക്ക് നല്ലതാ. അയാളുടെ കണ്ണിലെ കരടാ ദീപൻ. അത് പറയാനാ ഞാൻ വന്നത്. ബാഹുലയൻ ദീപനെ കള്ളക്കേസ് കുടിക്കാലും തന്നെ അവൻ സംശയിക്കാൻ പോകുന്നില്ല. ഇത് പറ്റിയ അവസര. അനന്തരവനെ കുടിക്ക പോലെ ബാഹുലയനെ മുൻനിർത്തി ഒരു കളി കളിച്ചാൽ അതോടെ അവന്റെ പെടത്തില് തീരും, അവനെ കൊണ്ടുള്ള ശല്യവും. എന്താ വേണ്ടതെന്ന് താനൊന്ന് ആലോചിച്ചിട്ട് എന്നെ വിളിക്കൂ. അയാള് പറഞ്ഞത് ശരിയാടി. ദീപൻ നാട്ടിലുണ്ടെന്ന് ബാഹുലയൻ അറിഞ്ഞാൽ പിന്നെ നമ്മളായിട്ടൊന്നും ചെയ്യണ്ട. അയാള് നോക്കിക്കോളും അവന്റെ കാര്യം. അവനെല്ലാം അറിയുന്നതിന് മുമ്പ് അവനെ ജയിലാക്കണം കരുണേട്ടാ. ഇപ്പൊ തന്നെ വിജിതയുടെ കാര്യം അറിയാലോ. കണ്ടു അവനെ വീണ്ടും സ്നേഹിച്ചു തുടങ്ങി പെണ്ണ്. എന്തായാലും മരുമോനൊരു ഡോക്ടറാണെന്ന് പറയുന്നത് നമുക്ക് അന്തസ്സാ. അതുകൊണ്ട് ആ ജയിൽ പുള്ളിയെ നമ്മുടെ മോള് കാണുന്നതും സംസാരിക്കുന്നതും അവസാനിപ്പിക്കണം. വിശ്വം പറഞ്ഞത് ശരിയാടി. ബാഹുലയൻ അവനെ കുടുക്കിയാൽ നമ്മളിലേക്ക് സംശയം നീളില്ല. അതുമാത്രമല്ല, ആ കൃഷി ഓഫീസറോട് നമുക്ക് പറഞ്ഞും നിൽക്കാം. മതിലകത്ത് കുറയണം തലപൊക്കിയെന്ന് പറയുന്ന കേട്ടു. അവളുമാരെ കാണാൻ ഞാൻ അങ്ങോട്ട് ഇറങ്ങുമായിരുന്നു. എന്നാ പിന്നെ ഈ വിവരം വിജിതയോട് നീ ഒന്ന് പറഞ്ഞേക്ക്. ദീപനെ അവൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയെങ്കിൽ ഈ വാർത്ത അവക്ക് സന്തോഷായിരിക്കില്ല. എന്നാലും പോയി പറഞ്ഞേക്കാം.
ഒരു സന്തോഷ വാർത്തയുണ്ട്. ആ പഴയ SI ഉണ്ടല്ലോ ബാഹുലേയൻ, അയാള് നമ്മുടെ സ്റ്റേഷനിൽ ചാർജ് എടുത്തിരിക്കുക. ഇടി മരിച്ചുപോയ വീണയുടെ മാമന്റെ കാര്യം ഈ പറഞ്ഞത്. അങ്ങേർക്ക് ദീപനോട് തീർത്താ തീരാത്ത കലിയാ. അതുകൊണ്ട് ഇനി അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിക്കൊള്ളും. ദീപേട്ടിന് വെറുതെ കള്ളക്കേസി കൊടുക്കരുത്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ചെയ്യാത്ത കുറ്റത്തിനല്ലേ ദീപേട്ടിനെ ജയിലിലിട്ടത്. ഇനി അത് ആവർത്തിക്കണം. നിനക്കെന്താ ഇപ്പൊ അവനോട് സഹതാപമായോ? ഇടി ബാഹുലേൻ അവനെ കുടിക്കാൻ നമ്മളെ അവൻ സംശയിക്കില്ല. അതോടെ നീ രക്ഷപ്പെടുകയും ചെയ്യും. എങ്ങനെ രക്ഷപ്പെടാനാ? ദീപേട്ടൻ ജയിലിലായാലും സത്യങ്ങൾ അറിയാവുന്ന ഒരുപാട് പേരുണ്ട് പുറത്ത്. ഈ വീട്ടിനകത്ത് തന്നെ ആൾക്കാരുണ്ട്. ഇടി അതുകൊണ്ടല്ലേ പറഞ്ഞത് നിനക്കൊരു കുഞ്ഞുണ്ടായാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളതൊക്കെ. കുഞ്ഞുണ്ടായില്ലെങ്കിലോ? എന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞിട്ടൊന്നുമില്ല. എങ്കിലും അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. എടി എന്തിനാടി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നേ? എല്ലാം അനുകൂലമായി വരുമെന്ന് ചിന്തിച്ചൂടെ? എങ്ങനെ വരാനാ അമ്മേ? മിണ്ടാ പൂച്ചയെ പോലെ നടക്കുന്ന കാർത്തു എന്ന ആരോരും ഇല്ലാത്തവള് പോലും തിരിഞ്ഞു കൊത്താൻ വരിക. അവളെന്നോട് ചാടി തുള്ളിയതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. എന്തും ചെയ്യാൻ വേണ്ടി നടക്കുക രണ്ടെണ്ണം. ഞാൻ ഇനി വിട്ടുകൊടുക്കില്ല. വിട്ടുകൊടുക്കരുത്. ആ കൃഷി ഓഫീസറെ കണ്ട അവളിങ്ങനെ നിഗളിക്കുന്നത്. മോളുടെ പപ്പയ്ക്ക് തല്ലു വാങ്ങിക്കൊടുത്തതും അവള് തന്നെയാ. അവളുമാരുടെ കയ്യിലാ ഇപ്പൊ തുറുപ്പ് ചീട്ട്. അത് പരമാവധി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇനി പറയുന്നെങ്കി അങ്ങ് പറയട്ടെ. ഒരു പരിധി കഴിഞ്ഞാ പിന്നെ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകുന്നതാ നല്ലത്. എന്നാലും ഭയന്ന് വിറങ്ങലിച്ച് നിന്നവളുമാര് തനി സ്വഭാവം കാണിക്കുന്ന കണ്ടില്ലേ? അതുകൊണ്ടാ പറഞ്ഞത്. ഇവിടെ ആര് എനിക്കെതിരെ യുദ്ധത്തിന് നിന്നാലും അവര് പുറത്തു പോകും. അതിനിപ്പോ ഉണ്ണിയേട്ടനായാലും ശരി. ഉണ്ണിയെ മാത്രം വിടരുത്. അതൊഴിച്ച് ആരെ വേണമെങ്കിലും വെളിയിലാക്കിക്കോ. ഞാൻ അവളുമാരെ ഒന്ന് കാണട്ടെ. അതെ, കൊറേ നേരമായാലോ ഇവിടെ വന്ന് ചിന്തിച്ചു നിൽക്കാൻ തുടങ്ങിയിട്ട്. മുഖത്തൊരു പുഞ്ചിരിയുണ്ട്. ഞാൻ ചിരിച്ചിട്ടൊന്നുമില്ല. അല്ലടി, ചിരിച്ചു കാണും. ചിരിച്ചു കാണും. നിനക്കൊക്കെ ചിരിക്കാല്ലോ. എന്റെ മോളുടെ കൃപ കൊണ്ട് ഇവിടെ കഴിയുന്നവള് അവളെ ഇപ്പൊ ഭരിക്കല്ലേ. ഞങ്ങൾ ആരെയും ഭരിച്ചിട്ടൊന്നുമില്ല. അറിയുന്നുണ്ടടി, നിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. നിനക്കൊക്കെ ഒരു അവസരം വീണ് കിട്ടിയപ്പോ അതങ്ങ് പരമാവധി മുതലാക്കുകയല്ലേ. ഇതുവരെ ഉണ്ണി നടന്നത് എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ അവസരം മുതലാക്കുന്നവരായിരുന്നെങ്കിലേ ആദ്യം അവനെല്ലാം അറിഞ്ഞേനെ. എന്നാ പോയി പറയടി, അവനെല്ലാം അറിയിക്കേ. എന്റെ മോള് നിന്നോടൊക്കെ ഇപ്പൊ പറയുന്നില്ലല്ലോ അവനോടൊന്നും പറയരുതെന്ന്. ഞങ്ങൾ അതൊക്കെ നിർത്തി. ഇനി നീയൊക്കെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ശരി, അധികം വൈകാതെ നീയൊക്കെ ഇവിടുന്ന് പുറത്താകും. ഇവളുമാരെ ഇപ്പൊ തന്നെ പുറത്താക്കു സുധേ. എന്തിനാ ഇവിടെ വെച്ച് വാഴിക്കുന്നത്? കുടുംബത്തിന് മോശപ്പേരുണ്ടാക്കാനോ? ഇപ്പൊ തന്നെ പപ്പനെ പകല് മാത്രമല്ല രാത്രിയിലും ഇവിടെയൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട്. അത് പപ്പേട്ടനായിരിക്കില്ല. പിന്നെ ആരാടി? ആ കൃഷി ഓഫീസറാണോ? ആരാന്നൊക്കെ ഇവിടെ പലർക്കും അറിയാം. എന്നാ പറയടി, ചേച്ചി കേക്കട്ടെ. രണ്ടും കൂടി അടുക്കളയിലോട്ട് കയറുന്നു, ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നു, ആവശ്യത്തിനും അനാവശ്യത്തിനും. അതിന്റെ അഹങ്കാരം ഇതൊക്കെ. എന്റെ മോള് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു കഴിഞ്ഞു. ഇനി അവള് പഴയ സ്വഭാവത്തിലേക്ക് വരും. അതിന്റെ കാരണക്കാരി നീയൊക്കെ തന്നെയാ. ഇവിടെ നിന്ന് ഇറങ്ങിയാലേ കേറിക്കിടക്കാൻ കിടപ്പാടം പോലും ഇല്ല. എന്നിട്ടാ ഈ അഹങ്കാരം. തോർത്ത് വിരിച്ചിരുന്ന് തെണ്ടുമ്പം ഇതൊക്കെ അങ്ങ് തീരും സുധേ. ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞുള്ള ഞങ്ങളുടെ ജീവിതത്തെ പറ്റി ആരും ചിന്തിക്കണ്ട. എപ്പോ ഇറങ്ങണമെന്ന് പറഞ്ഞാ മതി. എന്തിനാടി പറയുന്നേ? ഇറങ്ങിക്കോ. ആ കൃഷി ഓഫീസറെ ഇവളുമാർക്ക് താമസിക്കാൻ ഏതെങ്കിലും വീട് കണ്ടുവച്ചിട്ടുണ്ടാവും. അതാ ഇത്ര ധൈര്യം. പിന്നെ സൗകര്യമായല്ലോ.
ഒരുത്തേക്ക് കൃഷി ഓഫീസറെയും കാണാം, മറ്റൊരുത്തേക്ക് പപ്പരെയും. ചെളിയിൽ മുങ്ങി നിൽക്കുന്നവളെ വെള്ള പൂശിയിട്ട് അമ്മ ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളെ അവളുടെ ഗണത്തിലേക്ക് തരം താഴ്ത്തുവാ. എന്താടി എന്താടി എന്റെ മോള് ചെയ്ത് തെറ്റ്? അത് ഞങ്ങൾ പറയണോ? പറയടി, നീയൊക്കെ പറ. വിജിത മോളെ കുറിച്ച് പറയാനുള്ളതൊക്കെ പറ. വേണ്ട ചേച്ചി വേണ്ട. ഇവിടെ നിന്ന് പുറത്താകുമെന്ന് ഉറപ്പുള്ള സ്ഥിതിക്ക് ഇനി എന്ത് കള്ളവും പറയും, എന്ത് ചെയ്യും. അതുകൊണ്ട് വഴക്കിടാനും നിൽക്കണ്ട. ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണത്തിലെ വിഷം ഉണ്ടോന്ന് മാത്രം നോക്കിയാ മതി. അവളുടെ മോളുടെ പേരിലുള്ള വീടാ, എന്നിട്ട് അവളുടെ മുന്നിൽ നിന്ന് തിളയ്ക്കുക രണ്ടും കൂടെ. ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാ ഞങ്ങളായിരിക്കില്ല അമ്മേ, അമ്മ തന്നെയായിരിക്കും അനുഭവിക്കാൻ പോകുന്നത്. അതേടി, അതെ. പിന്നെ ഞാൻ അനുഭവിക്കും. നല്ല നല്ല അനുഭവങ്ങളായിരിക്കും. നിങ്ങളെ രണ്ടിനെയും കാണാതിരിക്കുന്നത് തന്നെ നല്ല ഒരു അനുഭവം അല്ലയോടി. അവള് പറഞ്ഞ പോലെ ദേഷ്യം കയറിയിട്ടെ കഴിക്കാനുള്ളതിലെ കഴിക്കാൻ പാടില്ലാത്തതൊന്നും ഇട്ടേക്കരുതേ. അവൾക്കും അവളുടെ അമ്മയ്ക്കും ഇനി ഉണ്ണേട്ടനെ എന്തറിഞ്ഞാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമുക്ക് ഏതായാലും ഇവിടുന്ന് പോണ്ടി വരും മോളെ. അതിന്നോ നാളെയൊന്നേ അറിയാനുള്ളൂ. വീണയുടെ അങ്കിളാണ്. അതുകൊണ്ട് അയാൾ എന്നെ തേടി വരും എവിടെയായാലും. വരട്ടടി, അയാൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യട്ടെ. സൂക്ഷിക്കണം ദീപേട്ട. ഓ, നമ്മുടെ വിവാഹം നടക്കാൻ പോവാ. ആ സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും സൂക്ഷിച്ചേ പറ്റൂ, അല്ലേ? മുമ്പ് ദീപേട്ടൻ ജയിലിലേക്ക് പോയപ്പോ ഞാൻ അനുഭവിച്ച വേദനയേക്കാൾ ഇരട്ടിയായിരിക്കും ഇനി പോയാൽ. അത്രയ്ക്ക് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എന്താ സംശയം? എന്നെക്കാൾ ഇപ്പോ എനിക്ക് ദീപേട്ടനോട് സ്നേഹ. അതുകൊണ്ടാ ഇങ്ങനൊരു വിവരം അറിഞ്ഞപ്പോ ഓടി വന്ന് പറഞ്ഞത്. എനിക്ക് ദീപേട്ടനെ വേണം. ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഇനി അത് ആവർത്തിക്കാൻ താല്പര്യമില്ല. എന്താ നിനക്ക് പറ്റിയ അബദ്ധങ്ങള്? അത് പിന്നെ വീണയെ കൊന്നത് ഞാനല്ലേ. എന്നിട്ട് ജയിൽ ശിക്ഷ ദീപേട്ടനും. അത് കഴിഞ്ഞ് നീ എന്തെങ്കിലും അബദ്ധം കാണിച്ചോ? ഇല്ല. പിന്നെ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തിയിട്ട് ദീപേട്ടനൊപ്പം ജീവിക്കാൻ ഞാൻ തയ്യാറാ. നീ അതല്ല, അതിനപ്പുറം ചെയ്യും. ഒരു സമയം രണ്ട് പുരുഷന്മാര് നിനക്ക് വലിയ പ്രശ്നമൊന്നുമല്ല. എന്താ ദീപേട്ടന്റെ മനസ്സില്? ഏയ്, ഒന്നുമില്ല. CI ബാഹുലേനെ വീണ്ടും ജയിലിലാക്കിയ നമ്മുടെ പ്രതീക്ഷകൾ തകരൂലോന്ന് ഓർത്തതാ. അതുകൊണ്ട് ദീപേട്ടൻ അധികമൊന്നും പുറത്തിറങ്ങി നടക്കണ്ട. അയാളുടെ അനന്തരവള് നിരപരാധിയാണെന്ന് അയാൾക്ക് അറിയാം. അതുകൊണ്ട് എന്തും ചെയ്യും. നിന്റെ മതിലകത്തെ കണ്ണേട്ടൻ ജയിലിലായ പോലെ എന്നെയും ജയിലിലാക്കുന്നു. കണ്ണേട്ടൻ ജയിലിലായത് കഞ്ചാവ് കേസിലാ. കഞ്ചാവ് കടയിൽ വെച്ചിട്ട് ആ പാവത്തിനെ കുടുക്കി എന്ന് പറയുന്നല്ലേ ശരി? അതൊക്കെ അരുൺ സാർ വെറുതെ പറയുന്നതല്ലേ. ശരിക്കും കണ്ണേട്ടന്റെ കടയിൽ കഞ്ചാവ് കച്ചവടം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ അതേ പറ്റിയൊരു തർക്കത്തിനൊന്നും ഞാനില്ല. പിന്നെ ആ CI ബാഹുലേന്റെ കാര്യം, അയാളെ ഭയന്ന് തൽക്കാലം മാളത്തിൽ ഒളിക്കുന്നുമില്ല. വിവാഹത്തിന് മുമ്പ് പിടിക്കപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഒന്നിക്കും. പിടിക്കപ്പെടരുത് ദീപേട്ട. ഞാൻ വേണമെങ്കിൽ ദീപേട്ടൻ വിളിക്കുന്ന ഇവിടേക്ക് വേണമെങ്കിലും വരാം. ഈ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് പോവാം. ഇഷ്ടംപോലെ ബാങ്ക് ബാലൻസ് ഉണ്ട് എനിക്ക്. അതുകൊണ്ട് എവിടെ വേണമെങ്കിലും ജീവിക്കാം. ആണത്തുള്ളൊരു ആണിന്റെ തണല ഏത് പെണ്ണും ആഗ്രഹിക്കുന്നത്. അപ്പൊ ഡോക്ടർ ഉണ്ണിയുടെ ആണത്വം കുറഞ്ഞു തുടങ്ങി അല്ലടി? ഇങ്ങനെ ഓരോന്ന് ആലോചിക്കാതെ എത്രയും പെട്ടെന്ന് നല്ലൊരു തീരുമാനം എടുക്ക്. അതെന്തായാലും ഞാൻ കൂടെ നിൽക്കാം. ശരി, എന്തായാലും വിവാഹം അടുത്തല്ലോ. അത് കഴിഞ്ഞ് നമുക്കൊരു യാത്ര പോവാം. എവിടേക്ക്? ദൂരെ. ഈ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ദൂരെ. അതാ ഞാനും ആഗ്രഹിക്കുന്നത്. ആരും അറിയാത്തൊരു യാത്ര. എന്റെ പപ്പയും അമ്മയും പോലും അറിയാതെ.
പോകുന്നതിന് മുമ്പ് അവരൊക്കെ അറിയുമെന്നറിയില്ല. എന്നാ പോയി കഴിഞ്ഞാ പിന്നെ ആരും അറിയില്ല. സ്ഥലം ഞാൻ പിന്നെ പറയാം. അയാള് വിളിക്കുന്നു. എന്തിനാണോ എന്തോ. അവൾ അങ്ങനൊരു മുന്നറിയിപ്പ് തന്ന സ്ഥിതിക്ക് അവൾക്ക് എന്നോട് സ്നേഹം തോന്നി തുടങ്ങിയോന്നൊരു സംശയം. അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. അവളുടെ സ്വഭാവം അതാ. പക്ഷേ നീ സൂക്ഷിക്കണം ദീപ. അന്ന് വീണ കൊല ചെയ്യപ്പെട്ടപ്പോഴും നിന്നെ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്തത് ആ SI ബാഹുലയനാണ്. എനിക്കറിയാം സാറേ, ഇന്നയാള് CA ആണ്. കണ്ണേട്ടന്റെ കാര്യം നമ്മുടെ മുന്നിലുണ്ട്. പോലീസുകാർ വിചാരിച്ച ഒരാളെ കള്ളക്കേസ് കൊടുക്കാൻ എളുപ്പമാ. ഞങ്ങളുടെ കല്യാണം വരെ പിടികൊടുക്കാതെ പിടിച്ചു നിൽക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെന്ത് സംഭവിച്ചോട്ടെ. അന്നത്തെ ആ ദിവസത്തിന് ശേഷം പിന്നെ നിനക്കൊരു ജീവിതമേ ഇല്ലാത്ത പോലെയാണല്ലോ നിന്റെ സംസാരം. നാഴികയ്ക്ക് 40 വട്ടവും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ, ക്യാരക്ടർ ഇല്ലാത്തൊരു പെണ്ണിന് വേണ്ടി നീ നിന്റെ ലൈഫ് സ്പോയിൽ ചെയ്യരുതെന്ന്. എടാ, നീ ജയിലിൽ കിടന്നില്ലാന്നിരിക്കട്ടെ, എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? വീണ എന്ന പെൺകുട്ടി മരിച്ചില്ലെങ്കിൽ നീയും വിജിതയും തമ്മിൽ ഒരുപാട് അടുക്കും. നിങ്ങൾ ഒന്നിക്കും. അതിനുശേഷോ ജയിലിൽ കിടക്കുന്നതിനേക്കാളും മാരകമായിരിക്കും അവളുമായിട്ടുള്ള ജീവിതം. അങ്ങനെ നോക്കുമ്പോ നീ രക്ഷപ്പെട്ടെന്ന് വേണ്ടേ കരുതാൻ? നിങ്ങൾ എന്റെ മനസ്സിനെ തണുപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്നൊക്കെ പറയും. അവള് വിവാഹിതയാണെന്ന് അറിഞ്ഞ ദിവസം നല്ലൊരു തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു. അതിനി ദൈവത്തിന് പോലും മാറ്റാൻ പറ്റില്ല സാർമാരെ. വിവാഹം കഴിഞ്ഞിട്ട് കാമുകിയായിട്ട് അഭിനയിച്ചവളവള്. കാര്യങ്ങൾ ഇത്രത്തോളം എത്തിയിട്ടും സത്യം പറയാത്തവളാ. നാളെ ഞാൻ കെട്ടുന്ന താലി കഴുത്തിലിടാൻ അവൾക്ക് സമ്മത. അങ്ങനെയുള്ളവളെ എന്ത് ചെയ്യണം സാറേ? അങ്ങനെയുള്ളവൾക്ക് വേണ്ടി ജീവിതം കളയരുതെന്നാ ദീപ ഞങ്ങൾ പറയുന്നത്. കളഞ്ഞുപോയ ജീവിത സാറേ എന്റെ. ഇനി തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അത് അതിന്റെ വഴിക്കങ്ങ് പോയിക്കോട്ടെ സാറേ. രക്ഷയില്ലടാ. അവന്റെ മനസ്സില് വിജിതയോടുള്ള പക മാത്രമേ ഉള്ളൂ. സാറാണല്ലോ. ഹലോ. ഉറങ്ങാറായിന്നറിയാം. അതിനു മുമ്പേ വിളിച്ചതാ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ല. വൈകുന്നേരം ഒന്ന് കുളിച്ചു. അയ്യോ, പനി മാറാതെ എന്തിനാ കുളിച്ചത്? തല പൊളിച്ചില്ല, മേല് കഴുകി. നാളെ രാവിലെ കുളിക്കണം. പനി പൂർണ്ണമായിട്ട് മാറിയിട്ട് മതി. മാറിയല്ലോ, അതുകൊണ്ടല്ലേ തല കുളിക്കണമെന്ന് പറഞ്ഞത്. എന്നിട്ട് നാളെ ഞാൻ ക്ഷേത്രത്തിൽ വരും. കുറച്ച് നേരത്തെ വരും. കാർത്തു വരുമോ? എന്തൊന്നും പറയാത്തെ? അത് മിക്ക ദിവസവും അമ്പലത്തിൽ വരുന്ന ആളല്ലേ. നാളെ ഒന്ന് വന്നൂടെ? വരാം. എനിക്ക്
എനിക്കിത് കേട്ടാ മതി. പനി പൂർണ്ണമായിട്ട് മാറിയെങ്കിലേ കുളിക്കാവൂ. അതത്രേ ഉള്ളൂ. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ അതിരാവിലെ തന്നെ വിളിക്കാം. വിളിച്ചില്ലെങ്കിലും വരണം. കാത്തു നിന്നിട്ട് വരാതിരുന്ന അതിൽ പരൊരു നിരാശ വേറെയില്ല. ഞാൻ ഉറപ്പായിട്ടും വരാം. എന്നാ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.